നമസ്കാരം. ഇന്ന് ഈ വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് കണ്ണൂർ കേളകത്തുനിന്ന് വന്ന ഒരു ദുരന്ത വാർത്തയാണ്. മോണോലിസ എന്ന പേരിൽ കേളകത്തും പരിസരത്തും ഒരു ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന ഗീതമ്മ എന്ന് പറഞ്ഞ സ്ത്രീയും അവരുടെ മകൻ ക്രിസ്റ്റി ബാംഗ്ലൂരിൽ BCAക്ക് പഠിക്കുകയായിരുന്നു. പഠിച്ചിരുന്ന സമയത്ത് തന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കൂട്ടുകെട്ടിൽ ഇടപെടുകയും ആ കൂട്ടുകെട്ട് തിരുത്താനാവാത്ത വിധം അമ്മയും മറ്റും പറഞ്ഞു നോക്കി, ഉപദേശിച്ച് നോക്കി, പലതരത്തിലുള്ള മാർഗങ്ങൾ തിരുത്താനാകാത്ത വിധം വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രശ്നങ്ങളുടെ തുടർച്ച എന്ന് പറയുന്നത് തർക്കത്തിലെത്തി. തർക്കത്തിൻ്റെ അവസാനം ഈ അമ്മ ഗീതമ്മയെ ഈ മകൻ അരുമ മകൻ കഴുത്തറുത്ത് കൊല്ലുകയാണ് ചെയ്തത്. കഴുത്തറുത്ത് കൊന്നു കഴിഞ്ഞ് യാതൊരു കൂസലുമില്ലാതെ തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ വിളിച്ച് കേളകം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി വിവരം പറഞ്ഞു. അപ്പം മയക്കുമരുന്നിന് സ്ഥിരമായി അടിമയായി ഇനിയിപ്പോൾ അനുശോചിക്കാൻ അതിൻ്റെ പ്രതിഷേധം, അതിൻ്റെ ക്ലാസ്സുകൾ, അതിൻ്റെ എല്ലാം നടത്തും. ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെ മദ്യപാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് പറയും, ഞങ്ങൾക്ക് മദ്യനിരോധനത്തിലല്ല താല്പര്യം, മറിച്ച് ബോധവൽക്കരണത്തിലാണ് താല്പര്യം. അപ്പോൾ ബോധവൽക്കരണത്തിൽ താല്പര്യം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ചിലവാക്കിയ കോടിക്കണക്കിന് സെമിനാറുകൾക്കും ചർച്ചകൾക്കും വിദഗ്ധ ഉപദേശത്തിനും കൗൺസിലിങ്ങുമായി വേണ്ടി കോടിക്കണക്കിന് രൂപ എല്ലാ വർഷവും ചിലവാക്കിയിട്ട് അതുമൂലം എത്ര പേര് അങ്ങനെ മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഇവിടെ സർക്കാർ പറഞ്ഞാൽ നന്നായിരിക്കും. മറിച്ച് ഒന്നിലേക്ക് മാറുന്ന പോലെ ആദ്യം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യകാലത്തുണ്ടായിരുന്ന കള്ള് ഷാപ്പുകളായിരുന്നു. കള്ള് ഷാപ്പ് വലിയ ചെറിയ അടിപിടിയൊക്കെ ആയിട്ട് ആ ലിമിറ്റഡ് ഏരിയയിൽ ഒരു ഗ്രാമപ്രദേശത്ത് തന്നെ മിക്കവാറും ആ വഴക്കും ബഹളമൊക്കെ തീർന്നു. പക വെച്ചാലും പിന്നീട് പെരുമാറാറില്ല. പിറ്റേ ദിവസം അവർ ഒരുമിച്ച് കുടിക്കാൻ വരും. ഇത് കഴിഞ്ഞ് കള്ള് ഷാപ്പിൽ നിന്നും ചാരായ ഷോപ്പിലേക്ക് മാറി, ചാരായ ഷോപ്പിൽ നിന്നും ബ്രാൻഡിക്കടയിലേക്ക് മാറി, ബ്രാൻഡിക്കട കഴിഞ്ഞ് ഇപ്പോൾ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായി എവിടെയെല്ലാം ബ്രാൻഡിക്കട നടത്താൻ ആ ലൈസൻസ് കൊടുക്കാം, ബിവറേജ് കോർപ്പറേഷൻ ലൈസൻസ് കൊടുക്കാം, കൺസ്യൂമർ ഫെഡിന് ലൈസൻസ് കൊടുക്കാം എന്നുള്ള ആലോചനയിൽ നിൽക്കുന്ന സമയത്താണ് ടൂറിസത്തിന് പൊൻതൂവലായിട്ട് വേണേൽ ടൂറിസം മന്ത്രിക്ക് പൊൻതൂവലായിട്ട് സ്വീകരിക്കാൻ പറ്റുമായിരുന്നു ഒരുപക്ഷെ ഈ അമ്മയുടെ തല. ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന മയക്കുമരുന്ന്, ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന മദ്യം അത്ര സ്ട്രോങ് ആണ്. നിങ്ങളെ കൊണ്ട് എന്തിനും പ്രേരിപ്പിക്കും, എല്ലാം മറക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം, ആരെ വേണമെങ്കിലും പോക്കറ്റടിക്കാം, ഏത് കെട്ടിടം വേണേൽ കത്തിക്കാം. ഇത് കണ്ണൂരിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. അപ്പോൾ ഈ പ്രോത്സാഹനം കൊടുക്കുന്ന ഈ ക്രിസ്റ്റിയുടെ മനസ്സിന് ധൈര്യം കൊടുത്ത, അല്ലെ മനസ്സിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയല്ലേ. കണ്ണൂർ ക്രിമിനൽ സ്വഭാവത്തിന് പാകപ്പെടുത്തിയെടുത്തിട്ട് മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത രീതിയിൽ, കണ്ണൂരുകാരെ കുറ്റപ്പെടുത്തുകയല്ല, മറ്റൊരു ജില്ലയും ഇല്ലാതെ കണ്ണൂരും സമീപ പ്രദേശങ്ങളിലും തൊട്ടടുത്ത ജില്ലകളിൽ പോലും ക്രിമിനൽ സ്വഭാവം വളർത്തിയെടുക്കുകയാണ്. ആ സ്വഭാവം വളർത്തിയെടുക്കുന്നതുകൊണ്ടാണ് എല്ലാവരും ഇത് നിസ്സാരവൽക്കരിച്ച് ഓരോ കൊലപാതകങ്ങളും തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവരാണോ, തങ്ങളുടെ മതത്തിൽപ്പെട്ടവരാണോ, തങ്ങളുടെ ജാതിയിൽപ്പെട്ടവരാണോ എന്നറിഞ്ഞുകൊണ്ട് മാത്രം നടത്തുന്ന സംഭവങ്ങളാണ്. ഈ കേളകത്തി ക്രിസ്റ്റിക്ക് സ്വന്തം അമ്മയുടെ തല അറുത്ത് മാറ്റാനുള്ള പ്രചോദനം നൽകിയത് ആരാണ്? അടുത്ത് നമ്മൾ TP ചന്ദ്രശേഖരൻ്റെ മതത്തെക്കുറിച്ച് അറിയാതെ പറഞ്ഞു പോവുക. രാഷ്ട്രീയമല്ല, ഇത് രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല. ആ 51 വെട്ടുവെട്ടാൻ, ഒരു വെട്ടുവെട്ടി കൊന്നിട്ടും അല്ല 2 വെട്ടുകൊണ്ട് ചത്തു എന്ന് മനസ്സിലായിട്ട് പിന്നെ വെട്ടാൻ ഉപയോഗിച്ച മനസ്സിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. പിന്നെയും TP ചന്ദ്രശേഖരനെ വെട്ടാൻ വീണ്ടും വെട്ടി തുണ്ടമാക്കാൻ പ്രേരിപ്പിച്ച മനസ്സ്, അത് ഏത് ചെഗുവേരയുടേതാണെങ്കിലും, ഏത് കാറൽ മാർക്സിൻ്റേതാണെങ്കിലും, ഏത് മഹാത്മാഗാന്ധിയുടേതാണെങ്കിലും, ഏത് ശ്രീബുദ്ധൻ്റേതാണെങ്കിലും, ഏത് യേശുക്രിസ്തുവിൻ്റെ ആണെങ്കിലും, ഏത് മുഹമ്മദ് നബിയുടെ ആണെങ്കിലും, അത്തരം മനസ്സുകളെ സൃഷ്ടിക്കുന്ന ഏത് വ്യവസ്ഥയും എതിർക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയുന്നില്ല. നമ്മളവിടെ നിസ്സഹായരാകുവാണ്. ഇപ്പോൾ ഇത് ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ സ്ത്രീ ആ നാട്ടിലുള്ളവർക്കെല്ലാം ഇവർ കാര്യമായിരുന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ മാത്രം ഇടപെട്ടിരുന്ന സ്ത്രീയാണ്. അവരുടെ ഏക ഉദ്ദേശം മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ നടന്നില്ല. അനുശോചിക്കാൻ ആൾക്കാർ ചെയ്യലും കർശന നടപടി എടുക്കുമെന്ന് പറയും. ഇപ്പോഴും ദിവസവും പത്രത്തിൽ വരുന്നുണ്ടല്ലേ. മയക്കുമരുന്നുമായി പിടിച്ചു, ലോഡ്ജിൽ നിന്ന് പിടിച്ചു. ഇനി അടുത്തത് ഒന്നുകൂടെ ഓർത്തിരുന്നോളൂ,
ഈ ഗവൺമെൻറ് പോകുന്നുണ്ട്, അങ്ങനെ നിർത്തില്ല. അടുത്ത ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കാരവൻ കൊണ്ടിട്ട് ടൂറിസത്തിൻ്റെ പേരിൽ പുറത്തുള്ളവർക്കും മറ്റുള്ളവർക്കും വിളവ് തരുന്ന മദ്യപിക്കാൻ നിങ്ങളും കൂടെ തയ്യാറായാൽ വരുമാനവും കിട്ടും, കാശും കിട്ടും, മദ്യവും കിട്ടും, മയക്കുമരുന്നും കിട്ടുന്ന ടൂറിസം ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ഇവിടെ ആയാലും തിരഞ്ഞെടുപ്പ് വന്നത്. കാരവൻ ടൂറിസം കേട്ട് കാണും പലരെങ്കിലും. അപ്പോൾ അവിടെ കാരവനിലും കൂടി ആയിക്കഴിഞ്ഞാൽ ആര് കാണും, ആരറിയും എന്ത് നടന്നാൽ, എവിടെ നടന്നാൽ. കാരണം പണം മോഹിച്ച് ചെയ്യുന്ന ബിസിനസ്സുകളുടെ ഭാഗമായിട്ട് ബ്രാൻഡ് കട നടത്തിയ പോലെ, ചാരായക്കട നടത്തിയ പോലെ, കള്ള് ഷാപ്പ് നടത്തിയ പോലെ ലാഭം 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 മാത്രമെന്ന ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ. ആ ലാഭത്തിൽ കൈയിട്ട് വാരി നമുക്കെന്തെങ്കിലും കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമുണ്ട്. അതാണ് ഡിസ്റ്റിലറിക്കൊക്കെ പുല്ലുപോലെയല്ലേ ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ മനസ്ഥിതി ഇവിടെ ഉണ്ടായി. ആ മനസ്ഥിതി വളർത്തിയെടുക്കുന്ന ഈ ക്രൂരതയ്ക്ക് എന്ന് ആര് എപ്പോൾ ഉത്തരം പറയും? നമുക്ക് ഇത് കാത്തിരിക്കാനേ പറ്റൂ. എന്തെങ്കിലും നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമോ എന്ന് പുതിയ മന്ത്രിസഭ വരുമ്പോഴെങ്കിലും നോക്കാം. തൽക്കാലം ഇത്രമാത്രം.